എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നിരവധി പേർ ആകാംക്ഷയോടെ കാത്തിരുന്ന ഇന്ത്യ പോസ്റ്റ് GDS റിസൾട്ട് 2025 പ്രസിദ്ധീകരിച്ചു. ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പിന് കീഴിലുള്ള ഗ്രാമീൺ ഡാക് സേവക് GDS തസ്തികയിലേക്ക് അപേക്ഷിച്ചവർക്കായി ആദ്യ മെറിറ്റ് ലിസ്റ്റ് ഇപ്പോൾ സൈറ്റിൽ ലഭ്യമാണ്. കേരള സർക്കിളിൽ മാത്രം 1383 പേർ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട്. നിങ്ങളുടെ പേര് ലിസ്റ്റിലുണ്ടോ എന്ന് വേഗം തന്നെ പോയി നോക്കുക. അതിനു മുമ്പായിട്ട് ഈ വീഡിയോ മൊത്തം കാണുക. അത് നോക്കേണ്ട വിധമെല്ലാം ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ മുഴുവനും കാണുക. എങ്ങനെയാണ് GDS മെറിറ്റ് ലിസ്റ്റ് 2025 ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇന്ത്യ പോസ്റ്റ് GDS online.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. GDS ഓൺലൈൻ എൻഗേജ്മെൻറ്റ് എന്ന ടാബ് തിരഞ്ഞെടുക്കുക. ആ ടാബ് ഹോം പേജിൽ തന്നെ കിടക്കുന്നുണ്ട്. ആ ടാബ് തിരഞ്ഞെടുത്തിട്ട് സർക്കിൾ നോക്കുക. നമ്മൾ കേരളം സർക്കിളിലാണ് പെടുന്നത്. കേരളം തിരഞ്ഞെടുക്കുക. മെറിറ്റ് ലിസ്റ്റ് 1 ക്ലിക്ക് ചെയ്യുക. അപ്പോൾ PDF തുറന്നു വരും. ആ PDF ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ ലിസ്റ്റ് അതിൽ പേരും രജിസ്റ്റർ നമ്പറും അതിലുണ്ടാകും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ആകാംക്ഷയോടെ നിങ്ങളിത് റിസൾട്ട് നോക്കുന്നു. നിങ്ങളെല്ലാവരും ഈ റിസൾട്ടിൽ ഉണ്ടായിരിക്കും. എല്ലാവർക്കും ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ പറയുന്നു. ഇനി ഈ ലിസ്റ്റിൽ ഉള്ളവർക്ക് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനാണ് അടുത്ത സ്റ്റെപ്പ് ഉള്ളത്. ഇതിനായിട്ട് യഥാർത്ഥ രേഖകളും സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. അപ്പോൾ വെരിഫിക്കേഷൻ തീയതി മുകളിൽ നൽകിയ PDF കിട്ടും. അതായത് ഈ PDF ഉണ്ട്. ദീസ് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് ഷുഡ് ഗെറ്റ് ദർ ഡോക്യുമെൻറ്റ്സ് വെരിഫൈഡ് ത്രൂ ദ ഡിവിഷൻ ഹെഡ് മെൻഷൻ അഗെയിൻസ്റ്റ് ദർ നെയിംസ് ഓൺ ഓർ ബിഫോർ 7/4/2025. അപ്പോൾ അതിന് മുമ്പായിട്ട് വെരിഫിക്കേഷന് നിങ്ങളുടെ ഡിവിഷൻ ഹെഡിൻ്റെ ഹാജരാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാ ഡീറ്റെയിൽസും ഈ നോട്ടിഫിക്കേഷനിൽ ഉണ്ടാവും. അപ്പോൾ ഇനി ഇതിൽ വെരിഫിക്കേഷന് വേണ്ടി പോകാനായിട്ട് ആവശ്യമായ രേഖകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഓൺലൈൻ അപേക്ഷാ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട്, നിങ്ങൾ അന്ന് ഓൺലൈൻ അപ്ലൈ ചെയ്തല്ലോ, അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കണമെന്ന് അന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ പ്രിൻ്റ് ഔട്ട് വേണം. പിന്നെ ഫീസ് അടച്ചവരാണെങ്കിൽ, അതായത് ഫീസ് ഇളവുള്ളവരൊക്കെ ഉണ്ടായിരുന്നു, അവർക്കിത് ബാധകമല്ല. ഫീസ് അടച്ചവർ ആണെങ്കിൽ ഫീസിൻ്റെ റെസീറ്റ് വേണം. പിന്നെ 10ാം ക്ലാസ് മാർക്ക് ഷീറ്റ് വേണം. സർട്ടിഫിക്കറ്റ് വേണം. കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് ഉള്ളവർ ആവശ്യമെങ്കിൽ അതും കയ്യിലെടുക്കുക. ജാതി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വൈകല്യ സർട്ടിഫിക്കറ്റ്, അത് നിങ്ങൾക്കത് ബാധകമാണെങ്കിൽ അത് കയ്യിലെടുക്കുക. ആധാർ കാർഡ്, പാൻ കാർഡ് അല്ലെങ്കിൽ വോട്ടർ ID, ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണം വേണം. ID പ്രൂഫ് ആണ്. ഇനി 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. അപ്പോൾ ഒന്നുകൂടിയും പറയാം. ഓൺലൈൻ അപേക്ഷാ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട്, ഫീസ് അടച്ചവരാണെങ്കിൽ ഫീസ് അടച്ച റെസീറ്റ്, 10ാം ക്ലാസ് മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റും, കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് ആവശ്യമെങ്കിൽ അത് വേണം. ജാതി അല്ലെങ്കിൽ വൈകല്യ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ബാധകമാണെങ്കിൽ അതെടുക്കണം. ആധാർ കാർഡ്, പാൻ കാർഡ് അല്ലെങ്കിൽ വോട്ടർ ID വേണം. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. വെരിഫിക്കേഷൻ സെൻറ്ററിൽ 30 മിനിറ്റ് മുമ്പെങ്കിലും എത്തണം. ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. രേഖകൾ പരിശോധിച്ച ശേഷം ഒരു കൺഫർമേഷൻ സ്ലിപ്പ് ലഭിക്കും. അത് സൂക്ഷിച്ചു വയ്ക്കണം. പിന്നെ രേഖകൾ നിങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റൊക്കെ വളരെ കൃത്യമായിട്ടും ഫയലിൽ എടുത്തു വയ്ക്കുക. ഒറിജിനൽ വേണം. അതിൻ്റെ കോപ്പീസ് ചിലപ്പോൾ ഒരെണ്ണം ഉള്ളതാണെങ്കിലും 2 or 3 കോപ്പികൾ അധികമായിട്ട് കയ്യിൽ കരുതണം. ഇനി എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വന്നാൽ അത് കൊടുക്കാനായിട്ട്. അപ്പം കൂടുതൽ കോപ്പികൾ കയ്യിൽ കരുതുക. പിന്നെ നല്ല ഔപചാരികമായ ഫോർമലായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചിട്ട് വേണം പോകാനായിട്ട്. പിന്നെ നിങ്ങൾ 30 മിനിറ്റ് മുമ്പെങ്കിലും, അരമണിക്കൂർ മുമ്പെങ്കിലും നേരത്തെ റിപ്പോർട്ട് ചെയ്യേണ്ട കേന്ദ്രത്തിലെത്തണം.
ഉദ്യോഗസ്ഥരോട് ബഹുമാനപൂർവ്വം പെരുമാറുക. ഇത്രയേ ഉള്ളൂ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ കൂടുതൽ വിവരങ്ങളെല്ലാം ഔദ്യോഗിക വെബ്സൈറ്റിലുണ്ട്. വെബ്സൈറ്റ് അഡ്രസ്സ് ഞാൻ വായിച്ച് indiapost.gds.online.gov.in എന്ന വെബ്സൈറ്റിൽ എല്ലാ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട്, റിസൾട്ടും കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. സീരിയൽ നമ്പർ, ഡിവിഷൻ ഓഫീസ്, പോസ്റ്റ് നെയിം, പോസ്റ്റ് കമ്മ്യൂണിറ്റി, രജിസ്റ്റർ നമ്പർ, പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഒബ്റ്റെയിൻഡ്, ഡോക്യുമെൻറ്റ്സ് ടു ബി വെരിഫൈഡ് വിത്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നിങ്ങൾ വെബ്സൈറ്റിൽ ചെന്ന് നോട്ടിഫിക്കേഷനിൽ കൂടിയും വായിച്ച് മനസ്സിലാക്കിയിട്ട് വെരിഫിക്കേഷന് തയ്യാറാകുക. അപ്പോൾ റിസൾട്ട് നോക്കുന്ന എല്ലാവരും തന്നെ ആ റിസൾട്ടിൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥനയോടെ എല്ലാവിധ അഭിനന്ദനങ്ങളും നിങ്ങൾക്ക് അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആ ലിസ്റ്റിലുണ്ടാകണം, നല്ല ജോലി കിട്ടണം എന്നുള്ള ആ പ്രതീക്ഷയോടെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയുമായി വേഗം തന്നെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.